ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ചപ്പാത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. ഞാനിവിടെ 2 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. 2 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആവശ്യമുണ്ട്. ഞാനിവിടെ ബീൻസും ബീട്രൂട്ടും ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. പിന്നെ കുറച്ച് തക്കാളിയും കുറച്ച് സബോളയും വേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇതിൽ നമ്മളെടുത്തിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെയും മുട്ടയുടെ ഒക്കെ കണക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവട്ടോ. 2 മുട്ടയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാൽ ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വെജിറ്റബിൾസൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുറച്ച്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അധികമൊന്നും വഴറ്റണ്ട കേട്ടോ. അങ്ങനെ ഞാൻ തക്കാളിയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടും അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വേപ്പിൻ്റെ ഇലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്നുകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കുകയാണ്. അധികം ഇതാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ആണ് ഇടുന്നത്. നമുക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഞാൻ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. നല്ലവണ്ണം അടച്ചൊക്കെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതേക്ക് മുട്ട ആഡ് ചെയ്യണം. മുട്ട നമ്മൾ ഇതേ പ്ലേറ്റിൽ തന്നെ സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മൾ മുട്ട സൈഡിൽ തന്നെ പൊട്ടിച്ചിട്ട് സെറ്റാക്കുകയാണ്. അങ്ങനെ മുട്ടയും കൂടെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നില്ല. സോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചപ്പാത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ചപ്പാത്തി ബാക്കി വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേ ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ചേട്ടന് കൊണ്ട് കൊടുത്തു കേട്ടോ. കൊടുക്കേണ്ട താമസം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ.